friends, welcome back to my channel Joya Parana. ഇന്ന് വെച്ച് നമ്മൾ മാങ്ങാത്തറ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ എൻ്റെ അമ്മ 1 week ago മാങ്ങാത്തറ ഉണ്ടാക്കിയാണ്. ഇത് നമ്മൾ പഞ്ചാര കൊണ്ട് ഉണ്ടാക്കിയതും ഇത് ശർക്കര കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിന് വളരെ കുറച്ച് സാധനങ്ങളാണ് വേണ്ട. നോക്കാം, പഞ്ചസാര, ലെമണിൻ്റെ നീര്, പിന്നെ മാങ്ങ. ഈ വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ പറ്റും. മുമ്പേ നമ്മൾ ശർക്കരയുടെയും പഞ്ചാരയുടെ ഉണ്ടാക്കി. ഈ പ്രാവശ്യം നമ്മൾ പഞ്ചാരയുടെ മാത്രം ഉണ്ടാക്കണം. അപ്പം നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ്, എൻ്റെ അമ്മ മിക്സിയിൽ അടിച്ചിട്ടിട്ട് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ മാങ്ങയാണ്. 3 മാവുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ വീടിൻ്റെ മാങ്ങയതാണ്. നമുക്ക് കുറച്ച് പഞ്ചാര മതി. ഒരു ബൗളിൻ്റെ പഞ്ചസാര നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇതുവരെ ഗ്യാസ് ഉണക്കിയിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ അമ്മ മിക്സിയിൽ അടിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ മാങ്ങയാണ്. അതാണ് നല്ല ജ്യൂസി സ്വീറ്റാണ്. അതാണ് ഞങ്ങൾ ഒരു ബൗളിൻ്റെ പഞ്ചസാര എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ഇടാം. ഇത് ഗ്യാസ് ഒന്നും ഓണാക്കിയിട്ടില്ല, അതാണ് മിക്സ് ആക്കുക. നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ മാങ്ങയും പഞ്ചസാര ഇട്ടൊന്ന് കുറുകി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാരങ്ങ നീരിടണം. ഇനി അമ്മ ഈ ഗ്യാസ് ഓണാക്കിയിട്ട് ചെയ്യും. ഇതായിപ്പോൾ ഇങ്ങനെ തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ഇതേപോലെ ബബിൾസ് വേണം, അപ്പോൾ വേണം ഒഴിക്കാൻ. എന്നിട്ട് എൻ്റെ അമ്മ മിക്സ് ആക്കണുണ്ട്. പിന്നെ നമ്മൾക്ക് കുറച്ച് ഏലപ്പൊടിയും കൂടെ വെക്കണം. കുറച്ച് ഏലപ്പൊടി വന്നിട്ട് നമുക്ക് വിത്തിടാം. ഗായ്സ്, അപ്പോൾ ഇത്രയും ഉള്ളാഞ്ഞ മാങ്ങ അതാ ഇത്രയുമായി. ഈ കണ്ടൻഷനാകുമ്പോൾ നമുക്കൊന്ന് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ 2 പാത്രം നമ്മൾ നെയ്യ് ഇങ്ങനെ പുരട്ടി നമ്മളിത് വെയിലത്ത് വെക്കാം. ഇതൊരു 3 days വെക്കുമ്പോഴേക്ക് 1 week അപ്പോൾ എൻ്റെ അമ്മ വെച്ച് ഞാൻ പറഞ്ഞില്ലേ, ആ കണ്ടൻസൻസ് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് മാങ്ങാത്തറ കഴിക്കാൻ പറ്റും. ഇത് നമ്മളിങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പ്രാവശ്യം മാങ്ങാത്തറ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെടുത്ത് ഈ മാങ്ങയുടെ മാങ്ങ. ഈ മാങ്ങ നല്ല സ്വീറ്റാണ്. ആ മാങ്ങ അച്ചാറ് മാങ്ങ ഉണ്ടാക്കാനാണ്. ഈ മാങ്ങ തീരാറായി. ഇനി അവിടെ മാങ്ങയുണ്ട്, അത് നമുക്ക് കാണാം. നമ്മളുടെ കയ്യിലെത്തണ അത്രേ ഉള്ളൂ ഈ മാങ്ങ. നമുക്കിത് അവിടെ മാങ്ങ അവിടെ കാണാം. കുറേ മാങ്ങാസുണ്ട്. ഈ സൈഡിലും ഉണ്ട്, ആ മാവിലുണ്ട്, അവിടെ മേളിലും ഉണ്ട്. എല്ലായിടത്തും കുറേ മാങ്ങാസുണ്ട്. ഇവിടെ ഉണ്ട് നല്ല വലിയ വലിയ മാങ്ങാസ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിൽ ഞാൻ 3 മാവ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതെല്ലാം കാണിച്ച്. അപ്പോൾ നമ്മൾക്ക് ഇത് ഉണ്ടാക്കി വെച്ച് 3 ദിവസം കഴിയുമ്പോൾ ഞാൻ മുമ്പേ കാണിച്ചതുപോലെ നിങ്ങൾക്ക് നല്ല സ്ക്വയർ പീസുകൾ നിങ്ങളുടെ ഇഷ്ടമുള്ള പീസുകൾ ഉണ്ടാക്കിയെടുക്കാം. അത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. 5 ദിവസം ഉണങ്ങിയിട്ട് ഇപ്പോൾ ഉണങ്ങിയിട്ട് നമുക്ക് കാണാൻ കണ്ട നല്ല ജെല്ലി നമുക്കിങ്ങനെ കട്ട് ചെയ്യേണ്ടത്. ഇതേപോലെ ഞാൻ പീസാനെ പോലെ കട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. നല്ല ടേസ്റ്റ്.